ഞാൻ നടന്ന കുറച്ച് കഥകൾ പറയാൻ വന്നതാണേ. പണ്ട് കാലത്തെ ഫ്രീക്കനായിട്ട് അമ്മാവൻ, അത് ഒരു അബദ്ധത്തിൽ ഫ്രീക്കനായ ഒരു അമ്മാവൻ്റെ കഥ പറയാൻ വന്നതേ. ഈ അമ്മാവൻ പുള്ളിനെ കാണുമ്പോൾ ഒരു ചിരിയാ, ഒരു രസമാണ്. പുള്ളിക്കാനൊരു കോമഡിയാണെന്നേ. കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി തോന്നും. പുള്ളിക്കാൻ അപ്പം എന്ത് ചെയ്യുന്നറിയാമോ? പണിക്കൊന്നും പോവില്ല. അമ്മായിയാണ് പണിക്ക് പോയി വീട്ടിലെ കാര്യമൊക്കെ ചെയ്യണം. അപ്പം അമ്മാവൻ കുളിക്കാന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ കാലമല്ലേ, കിണറ്റിൻകരയിൽ പോയി. അവിടെ ചെന്നേനപ്പാ പയറുപൊടിയില്ല, താളിപ്പടിയില്ല, ഒന്നുമില്ല. ഡീ കുറച്ച് എടുത്തിട്ട് വന്നേടി, കുളിക്കാൻ പോണേ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഒന്നുമില്ല, എല്ലാം തീർന്നിരിക്കണേ മനുഷ്യ, നീ ഒന്ന് കുളിച്ചിട്ട് ഇജ് വാങ്ങാടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ അമ്മാവൻ പറയും, നീ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കിണറ്റിൻകരയിലേ തുണി അലക്കണ കാരമില്ലേ, കാരം, അത് കുറച്ചിരിക്കണേ. പുള്ളിക്കാൻ ഈ കാരമൊക്കെ എടുത്ത് മേത്തൊക്കെ അങ്ങോട്ട് തേച്ചി, തലയിലൊക്കെ തേച്ചി, കുറച്ച് മീശയിൽ താടിയിലൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. ബക്കറ്റിലോട്ട് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. അമ്മാവനെ മടിയാണല്ല പ്രശ്നം അല്ലേ, മടിയല്ലേ. ഡീ ഇവിടെ വന്നേ, ഇച്ചിരി വെള്ളം കോരി തന്നെ. അമ്മാവൻ അപ്പം അമ്മായി വന്ന് വെള്ളമൊക്കെ കോരി തന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് തലയൊക്കെ അങ്ങോട്ട് തോർത്തി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അമ്മായിയും ചേട്ടന്മാരൊക്കെ ഒരുമാതിരി നോട്ടം. ഇതെന്താണ് എന്താണ് കോലം മനുഷ്യ ഇത്, ചുമന്നിരിക്കണ്ടല്ലോ മൊത്തത്തിൽ. ദൈവമേ, ഒരു പരിപാടിക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകില്ലട്ടെ, എൻ്റെ കൂടെ വരാൻ നിൽക്കണ്ട നിങ്ങൾ. നീ എന്താടി പറയണം, പോയി നോക്ക്. ഇതെന്തു പറ്റി, ഇതെന്താണ്? അപ്പോൾ തന്നെ അപ്പുറത്തൊരു ചേട്ടൻ വന്നേ. ചേട്ടൻ എന്തു പറ്റി? അപ്പം പണ്ടത്തെ കാലത്ത് വല്ല അസുഖം പിടിച്ചാണോ, നീ മരുന്ന് വല്ല മാറിക്കഴിച്ചാ എന്ന് ചോദിച്ചു. അപ്പോൾ വേദനെ, അയ്യോ ഇതെന്തു പറ്റി, ഞാൻ എന്ത് ചെയ്യും? അമ്മാവൻ ഇനി നാട്ടിലും വീട്ടിലൊക്കെ അങ്ങോട്ട് മോശമായി പരിപാടി ഇങ്ങനെ വന്നിട്ട്. ഇനി അമ്മാവൻ എന്ത് ചെയ്യുന്ന അറിയുമോ, ഈ താടി മീശയൊക്കെ അങ്ങോട്ട് വടിച്ച്, മുടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ നമുക്ക്. അങ്ങനെ എൻ്റെ അമ്മാവൻ 10 പൈസ മുടക്കാണ്ട് ബ്യൂട്ടി പാർലറിൽ പോകാണ്ട് ഒരു ഫ്രീക്കനായതാണ് എൻ്റെ അമ്മാവൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ പണ്ട് വെല്ലിമ്മക്ക് ഗൾഫിൽ നിന്ന് മോനൊരു TV വാങ്ങിച്ചു കൊടുത്ത്. ഈ TV വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വെല്ലിമ്മ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് വാതിലൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് ഒരു ഗ്യാസറ്റ് ഇടും ഉച്ചക്ക്, പിന്നെ വൈകുന്നേരം ഒരു ഗ്യാസറ്റ് ഇടും. മാറി മാറി സിനിമ കണ്ടുകൊണ്ടിരിക്കുക. വെല്ലുമ്മ സിനിമ കാണാൻ ഭയങ്കര ആസ്വദിച്ച് കാണണേ. അതിലൊരുക്കെടുത്ത് ഇറങ്ങി ഒറ്റമ്മേന്റെ നെഞ്ചു പോയേ. അയ്യോ എന്താണ്, അവിടെ എങ്ങാനും ഒരു ബോംബ് പൊട്ടിയാണ്, മനുഷ്യന്റെ ചെവിയും പോയി നെഞ്ചും പോയി. വെല്ലുമ്മ ഇതും പറഞ്ഞോണ്ട് മുകളിലോട്ട് നോക്കിയ, ദൈവമേ പോകേണല്ലോ ഇവിടെ മൊത്തം, ചാരമൊക്കെ കാണണ്ട്, താഴത്തേന്റെ വീടും പോയാ. ഈ വെല്ലുമ്മയുടെ സീറ്റിന്റെ ബാക്കിൽ ഒരു 10-25 ചേട്ടന്മാരല്ല, ചെറുപ്പക്കാരായ ചേട്ടന്മാർ അല്ലേ, അവരിരുന്ന് മുട്ട സിഗരറ്റ് വലിയാണ്. ഈ സിഗരറ്റ് വലിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, അവർ ഈ ചാരം വെല്ലിമ്മയുടെ കസേരയുടെ താഴെ ഇങ്ങനെ തട്ടിയിടും. വെല്ലിമ്മ ഇതൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ടുള്ള TV ആണത്. വെല്ലിമ്മ അങ്ങോട്ട് പേടിച്ചുപോയി. അങ്ങനെ TV കണ്ട് വെല്ലിമ്മ ഹോസ്പിറ്റലായി. ഞങ്ങളുടെ നാട്ടിൽ അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പല വീട്ടിൽ സഹായത്തിനൊക്കെ പോകുന്ന, ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നും വരാറില്ല, പക്ഷേ ഇടയ്ക്ക് പോണ പോക്കിൽ എൻ്റെ അമ്മയോട് വർത്താനം പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തെ ഒരു 7 മണിയാകുമ്പോൾ പണിക്ക് പോയാൽ ഒരു വീട്ടിൽ പോയി നിലമൊക്കെ തുടച്ച്, അടുത്ത വീട്ടിൽ പോയി നിലമൊക്കെ തുടച്ച്, അടുത്ത വീട്ടിൽ പോയി നിലമൊക്കെ തുടച്ച്, ഇങ്ങനെ വരും. അപ്പം ആദ്യത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ രംഗോലി എന്നെങ്ങാണ്ട് പറഞ്ഞൊരു പരിപാടി നടക്കുകയാണ് രാവിലെ ദൂരദർശനിൽ. അത് കണ്ടു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ വേറെ ഏതോ ജെയിൻ റോബോട്ടോ എന്തോ ഒരു സീരിയൽ കണ്ടു. ഒരു 10:30 മണിയൊക്കെ ആയപ്പം ഞങ്ങളുടെ അപ്പുറത്തൊരു വീട്ടിൽ വന്നപ്പം മഹാഭാരതം സീരിയൽ നടക്കുക. പുള്ളിക്കാരത്തി ഒന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുക, TV മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം. രമണിയുടെ വീട്ടിലെ TV-യിൽ മഹാഭാരതമാണ്, ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ ഒന്നിനും കൊള്ളാത്ത പരിപാടികളാണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കണം. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അറിയാലോ, ഒന്നില്ലേ അമ്മാവനും അമ്മായിയും തമ്മിൽ അടി, ഒന്നുമില്ലെങ്കിൽ വെല്ലിച്ചനും വെല്ലിമയും തമ്മിൽ ഇറങ്ങി, ഒന്നുമില്ലെങ്കിൽ ഇവർ കല്ലെങ്കിൽ എറിഞ്ഞടി ഉണ്ടാക്കുന്ന സംഭവമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണേ ഞങ്ങൾ ഈ ഉത്സവത്തിനിടയ്ക്ക് ഒന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയതാണ്. അപ്പം ഞങ്ങളുടെ വകയിലൊരു വെല്ലിമ കയറി വന്നു അവിടെ ഇരുന്ന്. അപ്പം വെല്ലിമ കയറി വന്നിരുന്നിട്ട് പറയണേ, ഡി ഞാൻ വഴിയല്ല വന്നതടി മോളെ, ഞാനേ നമ്മളെ പറമ്പേണ് ഇങ്ങനെ നടന്നു വന്നത്. നിന്റെ അച്ഛൻ്റെ അനിയനില്ലേ, അവൻ പറയണേ, നിന്റെ അച്ഛനെ പറയണ കേൾക്കണോ എൻ്റെ മോളെ, എൻ്റെ ചങ്ക് പൊളിഞ്ഞു പോയി. അതുപോലത്തെ കാര്യമാണ് അവിടെ നിന്ന് പറയണത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്കുള്ള പണിയായിട്ടാണ് വന്നേക്കണത്. ഇതിൽ ഞാൻ എന്തെങ്കിലും പറയണേ എൻ്റെ പിശാരിച്ചേട്ട ഓർത്തോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പറയും അവള് അച്ഛൻ്റെ അനിയനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അടുത്തടി ഞാനായിട്ട് തുടങ്ങും. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറയുന്നറിയാവോ, അവളെന്താണ് ഭയങ്കര വില്ലത്തി, മിണ്ടണിലൊരക്ഷരം
അപ്പം ഞാൻ ഓർത്ത് എന്താ ഒരു വഴി. അപ്പം നമുക്ക് ഓർത്ത് കുറച്ച് സോപ്പ് പതപ്പിക്കാം അമ്മായിനെ, സൂയിപ്പിക്കാം അങ്ങാടെ അല്ലേ. നോക്കി വഴി അമ്മായിയുടെ അടുത്ത് അമ്മായിയുടെ ആ സാരിയും ആ മാലയും ആ കമ്മലും ഒക്കെ കാണാൻ എന്ത് രസമെന്നാ. ഓ കണ്ണെടുക്കാനേ തോന്നത്തില്ലെന്നേ എന്ന് പറഞ്ഞു. അമ്മായി ഇത് കേട്ട വഴി ഇങ്ങനെ നിൽക്കണല്ലേ, അവനില്ലേ നിന്റെ അച്ഛൻ്റെ അനിയനില്ലേ എന്ന് പറഞ്ഞ വഴി ആണാടി മോളെ, നീ പറഞ്ഞ സത്യമാണാടി. ഇങ്ങനെ പറഞ്ഞ് ഈ അമ്മായി എൻ്റെ കൈയൊന്ന് പിടിച്ചിട്ട് എൻ്റെ മക്കളെ. പിന്നെ ഞാനില്ലേ ഉത്സവവും കണ്ടില്ല, ദേവീനെയും തൊഴുതില്ല. ഈ അമ്മായി എൻ്റെ ചെവി തിന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ ഞാൻ വടി കൊടുത്ത് അടി വാങ്ങിച്ച അവസ്ഥയിൽ